പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷവിഷം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മേടമാസം 20-ാം തീയതി, അതായത് 2026 മെയ് മാസം 3-ാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാളെ ഞായറാഴ്ച സൂര്യോദയം കാലത്ത് 6:10, അസ്തമയം വൈകിട്ട് 6:34 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ ഈ രാഹുകാലം വരുന്ന 1.5 മണിക്കൂർ ദൈർഘ്യസമയം അനുഷ്ഠിക്കാറില്ല. നാളെ ഞായറാഴ്ചത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. തിഥി ഈ രാശിയിൽ കറുത്തപക്ഷം 5-ാം തീയതി വരെ ബലവാനാണ്. പൗർണമി കഴിഞ്ഞാൽ കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. അപ്രകാരം അമാവാസി കഴിഞ്ഞാൽ വെളുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ദുർബലനാണ്. നാളത്തെ നക്ഷത്രം കാലത്ത് 7:15 വരെ വിശാഖം നക്ഷത്രവും 7:15 കഴിഞ്ഞാൽ അനിഴം നക്ഷത്രവുമാകുന്നു. അനിഴം നിങ്ങൾക്കറിയാം, ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശനിയാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി. അതിനാൽ ഞായറാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശനീശ്വരന് എള്ളുതിരി അല്ലെങ്കിൽ നീരാഞ്ജനം അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കാം. അപ്രകാരം തന്നെ ഹനുമാൻ സ്വാമിക്ക് വിശേഷപ്പെട്ട വഴിപാടുകൾ അവൽ നിവേദ്യമായാലും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവേളയിൽ ഗത ഒപ്പിക്കലും ഒക്കെ തന്നെ വളരെയധികം ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായ മുഹൂർത്തം കാലത്ത് 10:10 മുതൽ 11 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും വിനിയോഗിക്കാം. തിഥി നല്ലതാണ്, നക്ഷത്രം നല്ലതാണ്. അതിനാൽ പ്രസ്തുത സമയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിവാഹാദി കർമ്മങ്ങളൊക്കെ തന്നെ തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ നിശ്ചയാദി വിഷയങ്ങൾ അല്ലെങ്കിൽ ചടങ്ങ് കാണൽ, ഇതൊക്കെ തന്നെ നാളത്തെ ദിനം വളരെ അനുകൂലമാണെന്ന് അറിയുക. ഹനുമാൻ സ്വാമിയുടെ അല്ലെങ്കിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ. ശനീശ്വരനെ കൊണ്ടാണ് നാം ശാസ്താവ് അയ്യപ്പൻ, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കിരാതമൂർത്തി, അപ്രകാരം സാക്ഷാൽ ഹനുമാൻ സ്വാമിയെയും ചിന്തിക്കുന്നു. ശാസ്താവൊക്കെ ശനീശ്വര ദൈവമാണ്. നന്ദി, നമസ്തേ.